ഷാനവാസിക്ക് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയ കാര്യം ബിഗ് ബോസ് വീട്ടിൽ അനൗൺസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നെവിനെ കൺഫെഷൻ റൂമിലോട്ട് വിളിച്ചിട്ടുണ്ട്. ഇതുപോലെ ഹോസ്പിറ്റലിലാണ്, പോയിട്ടുണ്ട്, തിരിച്ച് വരും, അല്ലെങ്കിൽ എന്താണ് ബാക്കിയുള്ള കാര്യങ്ങൾ, നിനക്കുള്ള എതിരെയുള്ള നടപടികൾ എന്താണെന്നുള്ളതും നിന്നോട് എന്താണ് ഇതിനെക്കുറിച്ച് ഇനി സംസാരിക്കാനുള്ളതെന്നും ഒക്കെ ഞങ്ങൾ വഴിയെ പറയാം എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് നമ്മുടെ നെവിനോട് വിളിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അനീഷേട്ടനൊന്ന് വയ്യാതായി. അതിനുശേഷം നമ്മുടെ അനീഷേട്ടനും അതേപോലെ തന്നെ ആദില, നൂറ, അതേപോലെ അനുമോളിരുന്ന് സംസാരിക്കുകയാണ്. അനീഷേട്ടൻ പറയാണ് ഷാനവാസിന് അങ്ങനത്തെ വയ്യാത്തൊരവസ്ഥ കണ്ടപ്പം ആ ഒരു വിഷമം കണ്ടിട്ട് എനിക്കും വയ്യാതെയായി, ഒരു വൊമിറ്റ് ചെയ്യാവുന്നൊരു ഫീൽ പോലെ എനിക്ക് തോന്നി. ഷാനവാസ് ഇപ്പോൾ എന്തോരം സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടാവും എന്നോർത്ത് അനീഷേട്ടൻ നല്ലപോലെ വിഷമിക്കുകയാണ്. അപ്പോൾ അതിലൂടെ പറയാം, വയ്യാണ്ട് ഷിവർ ചെയ്ത് കിടന്ന മനുഷ്യനെ കണ്ടിട്ട് ഡ്രാമയാണെന്ന് പറഞ്ഞ ആൾക്കാരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. ഫുഡ് പോലും കഴിക്കാതെയാണ് ഷാനവാസ് രാവിലെ അത്രയും സ്ട്രെസ് എടുത്തത്. അപ്പോൾ ഷാനവാസ് എന്തോരം ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ ഇവർ സംസാരിക്കുകയാണ്. ഒന്നും ഇല്ലാണ്ട് തിരിച്ച് വന്നാൽ മതിയായിരുന്നു എന്നുള്ള രീതി പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നൂറ പറയാണ് ഷാനവാസിക്ക് ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവർ പിന്നെ ഷാനവാസിക്ക് പൊക്കി പിടിക്കാൻ വേണ്ടിയിട്ട് കൺഫെഷൻ റൂമിൽ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ അനുമോളെ ആര്യൻ അടിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ അനീഷേട്ടൻ ദേഷ്യത്തിൽ ചോദിക്കേണ്ട, ആര്യൻ അനുമോളെ അടിച്ചെന്നോ, എന്തിനു? അനീഷേട്ടൻ അത് കണ്ടില്ലായിരുന്നു. അപ്പോൾ അനുമോൾ പറയാണ് ഞാൻ ഷാനവാസിക്ക് പിടിക്കേണ്ടെന്ന് അവനോട് പറഞ്ഞപ്പം അവൻ എൻ്റെ കൈ തട്ടി മാറ്റി അടിച്ചു, അവൻ എന്നെ പലപ്പോഴും ഇതിന് മുൻപേ അടിച്ചിട്ടുണ്ട് എന്ന് അതവൻ സമ്മതിച്ചതാണ്. അപ്പോൾ നൂറ പറയുകയാണ്, ഈ ശരിക്കും ഇവർ കാണിച്ച CID മൂസയിലെ ബിന്ദുപ്പണിക്കർ ബോംബ് വെക്കുന്നതെന്ന് പറയുമ്പോൾ ബിന്ദുപ്പണിക്കർ എല്ലാ സാധനങ്ങളും കൂടി എടുത്തുകൊണ്ട് ഓടത്തില്ലേ, അതേപോലെ ഇവരെല്ലാ സാധനങ്ങളും കൂടി നമ്മൾ കുക്ക് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാ സാധനങ്ങളും കൂടി എടുത്തുകൊണ്ട് ഓടാൻ പോയി. എന്നിട്ട് ഷാനവാസിക്കയുടെ ദേഹത്ത് ആ പാല് ഫുൾ അവൻ ഒഴിച്ചു. ഇവരെല്ലാവരും ഷാനവാസിക്കയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ആകെപ്പാടെ ഒരു മൂകത അവസ്ഥയിലാണ് ഇപ്പോൾ ബിഗ് ബോസ് ഓടിക്കൊണ്ടിരിക്കുന്നത്.